ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രസം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചേമ്പിൻ തണ്ട് തോരനാണ്. അപ്പോൾ ചേമ്പിൻ തണ്ട് തോരന് വേണ്ടിയിട്ട് നമ്മൾ ചേമ്പിൻ തണ്ട് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് തിക്നെസ് ആവരുത്, തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് തേങ്ങ വേണം, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഇത്രയും സാധനം. അത് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പുണ്ടല്ലോ അത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതിനുശേഷം ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, കാരണം ചേമ്പ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതിൽ. അപ്പോൾ പിന്നെയും അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.